കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു. 10 സെന്റിമീറ്റർ കനത്തിലാണ് ആദ്യഘട്ട DBM ടാറിംഗ് നടത്തുന്നത്. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായ ടാറിംഗ് ആരംഭിച്ചു. മഴയ്ക്ക് ശമനം വന്നതോടെയാണ് ഇന്ന് രാവിലെ മുതൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചത്. ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് റോഡിലെ കുഴിമൂടൽ ഇന്നലെയോടെ പൂർത്തീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് PO ജംഗ്ഷനിൽ നിന്ന് ടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 10 സെന്റിമീറ്റർ കനത്തിലാണ് ആദ്യഘട്ടത്തിൽ DBM ടാറിംഗ് നടത്തുന്നത്. നഗരത്തിന് ആവശ്യമായ ടാർ പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്ന ആറൂർ ടോപ്പിലാണ്. നഗരത്തിലെ 4 വരി പാതയുടെ ടാറിംഗ് ആണ് ആരംഭിച്ചതെന്നും ഓണത്തിനു മുൻപ് ഇരുവശങ്ങളിലെയും DBM പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഒരു ദീർഘകാല സ്വപ്ന പദ്ധതി ഇന്ന് അതിന്റെ ഒരു അവസാന ഘട്ടം തുടങ്ങി വെച്ചിരിക്കുകയാണ്. നമ്മള് ഇന്ന് മൂവാറ്റുപുഴയിലെ 4 വരി പാത, നഗരത്തിലെ 4 വരി പാത എന്ന സ്വപ്നത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ ഒരു ഭാഗം നമ്മൾ അതിന്റെ ടാറിംഗ് ആരംഭിച്ചു. വലിയ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഈ ഓണക്കാലവും കച്ചവടക്കാർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു ആദിയും വ്യാധിയും ആശങ്കയും ഒക്കെ ഉണ്ടാവുകയും ചിലരത് അങ്ങനെ ആശങ്ക ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തവരുണ്ട്. പക്ഷെ പൂർണ്ണമായും നമുക്ക് എല്ലാം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നഗരം നിശ്ചലമാകാതെ നഗരം സാധാരണഗതിയിൽ, അതായത് ഈ നഗര റോഡ് വികസനം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ഗതാഗതം സാധ്യമായിരുന്നോ, അതായത് 2 വരിയായി വണ്ടികൾ പോകുന്നതിനുള്ള സൗകര്യവും അഡീഷണലായി ഒരു സൈഡിലെ ഓപ്പൺ റോഡും നമുക്ക് പണി പൂർത്തിയാക്കാൻ റോഡ് ഇപ്പൊ തന്നെ ആകും. ഓണത്തിന് മുമ്പ് 2 സൈഡിലെയും ഫസ്റ്റ് റൗണ്ട് BM അല്ലെ, ഫസ്റ്റ് റൗണ്ട് BM അല്ലേ, BBM, ഫസ്റ്റ് റൗണ്ട് BBM 2 സൈഡിലെയും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ടാറിംഗ് പൂർത്തീകരിച്ച് പഴയതുപോലെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. 2 സൈഡും തുറക്കണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും ടാറിംഗ് പൂർത്തീകരിച്ച് പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ കഴിയണം. അതിനൊരുപക്ഷെ ഒരാഴ്ചക്കകത്ത് നമുക്ക് 2 സൈഡും തീരുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ആഴ്ച കൊണ്ട് നഗരത്തെ ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നഗരത്തിലെ റോഡ് നവീകരണം വൈകുന്നതിനെതിരെ ഹൈക്കോടതി ഇടപെടലും ഉണ്ടായിരുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ഉൾപ്പെടെ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് ഇടയിലാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.